Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ നല്ലൊരു ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. നല്ലൊരു മസാല ചേർത്തിട്ടാണ് ഈ മീൻ പൊരിച്ചെടുക്കുന്നത്. ഏത് മീനായാലും നമുക്ക് ഈ മസാല ചേർത്ത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടി 5 പീസ് മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 കിലോനേക്കാളും കുറച്ചും കൂടി കൂടുതൽ മീനുണ്ട്. മീൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാർ എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കൂടി പോകണ്ട കേട്ടോ. മീനിലേക്കായതുകൊണ്ട് ചെറുതായിട്ടൊരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മതി. ഇതിപ്പോൾ 2 വലിയ വെളുത്തുള്ളിയാണ്. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇഞ്ചി നന്നായി ഒന്ന് അരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. കുരുമുളക് പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ നീര്. ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് വരണം. ഇനി നമുക്ക് ഈ മസാല മീനിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോരോ മീനിൻ്റെ പീസായിട്ട് എടുത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇതുപോലെ മീനിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മസാല തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ 1/2 മണിക്കൂർ മാറ്റി വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 1/2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് മസാല മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വന്നോളും. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മീൻ മസാല തേച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ ഓയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയ ശേഷമാണ് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡ് ചെറുതായി ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഒന്ന് കീറിയെടുത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മീൻ ഫ്രൈ ആയി വരുന്നതിനൊപ്പം തന്നെ ഈ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് അതിൻ്റെ മണവും ടേസ്റ്റൊക്കെ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരും. ആദ്യം തന്നെ കറിവേപ്പിലയും പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ മാറ്റി കൊടുക്കാം. ഇതുപോലെ മസാല തയ്യാറാക്കിയിട്ട് മീൻ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മസാലയിൽ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.